ഹായ് എവരി വൺ. നമുക്ക് ഇന്ന് എന്താ പരിപാടി എന്നറിയോ? മൈലാഞ്ചി ഉണ്ടാക്കാം കേട്ടാ. നാച്ചുറൽ ആയിട്ടുള്ള ഇല പൊട്ടിച്ചിട്ട് നമുക്ക് കോൺ ഉണ്ടാക്കാം. എല്ലാവരും വാങ്ങണതല്ലേ ഇടുക. വാങ്ങണത് 2 ദിവസം കൊണ്ട് പെട്ടെന്ന് പോവും. അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുക നോക്കാം. അതിന് നമ്മുടെ പറമ്പിന്റെ അറ്റത്താണ് കേട്ടോ മൈലാഞ്ചി ചെടി നിൽക്കണേ. നമുക്കത് പൊട്ടിക്കാൻ പോയിട്ട് പോവാ. നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാ. അപ്പൊ പറമ്പിലൊക്കെ നിറച്ചും വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. വെള്ളം നോക്കിയേ, മയിൽപ്പീലി എടുക്കണു. എന്തേ പീലി കൊഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെ. കണ്ടാ ചളിയാ, കളയാലേ. ബായോട്ടാ, നാളികേരം വീഴണ്ട തലയിലേട്ടാ. ഈ പൂ കണ്ടിണ്ടാ? എനിക്ക് തൊട്ടാ വാടൂട്ടാ. അത് കണ്ടിട്ടുണ്ടാ? അത് തൊടുമ്പോഴേക്കും വാടും. ചെറുപ്പത്തിലൊക്കെ മെയിൻ പണിയായിരുന്നു ഇതിനെങ്ങനെ തൊട്ടിട്ട് വാടുമ്പോ പിന്നെ അത് നിവരുന്നത് നോക്കിയിരിക്കും ഇങ്ങനെ. ബാ. അപ്പൊ നമ്മുടെ കവുങ്ങൊക്കെ നമ്മള് 2 വർഷമായിട്ടാ വെച്ചിട്ട് ഇത്രക്കൊക്കെ വലുതായി. ഇതിന്റെ കടയൊക്കെ മൂടാറായിട്ടുണ്ട്. ഇത് പുല്ലൊക്കെ പറിച്ചിട്ട് മൂടണം, എന്നാലാണ് അത് വളർന്നു വരുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ എന്താ ഈ ചെടീനെ അറിയില്ലേ? മുക്കുറ്റി. അതൊരു മരുന്ന് ചെടിയാണ് കേട്ടോ. നമ്മള് കർക്കിടക മാസത്തിലൊക്കെ നെറ്റിയിൽ കുറിയൊക്കെ തൊടില്ലേ, അങ്ങനത്തെ ഒരു ചെടിയാണ്. പിന്നെ മരുന്നൊക്കെ ഉണ്ടാക്കും. പിന്നെ ഈ ചെടീനെ അറിയോ? നമ്മുടെ പശുവിന് പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് വളർത്തു പുല്ലായിട്ട് കൃഷി ചെയ്യുന്നതാട്ടോ. ഇത് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ മൊത്തം മുറിയും. ഇതിന്റെ ഇവിടെയൊക്കെ നല്ല ഭയങ്കര മൂർച്ചയാണ് അത്. ഞാൻ പണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നടക്കില്ലേ. അപ്പൊ കൈ അങ്ങോട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തം ഉണ്ട് കേട്ടാ. പണ്ട് ഇത് ഇവിടെ കൃഷി ചെയ്തായിരുന്നതാണ്. ഇപ്പൊ അത് പോയി. മഴ ചാറുന്നുണ്ട്. ബാ. ഇവിടെ നിറച്ചും മറ്റേ എന്താണ് കറിവേപ്പില മുളച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിന്റെ തൈ. ബാ. എന്തായാലും വേനൽക്കാലത്താണെങ്കിൽ ഇതുമ്മയൊക്കെ നിറച്ചും പൂവ് ഉണ്ടാവും കേട്ടോ. ശീമക്കൊന്നയുടെ പൂവ്. ആ പൂ കാണാൻ നല്ല ഭംഗിയാ. നല്ല പിങ്ക് നിറത്തില്, ബേബി പിങ്ക് നിറത്തിലാ ആ പൂവ് ഉണ്ടാവുക. ഇത് കണ്ടിണ്ടാ? നമ്മുടെ പരുന്തിന്റെ തൂവലാട്ടാ. മഴ നനഞ്ഞിട്ട് ആകെ ഒട്ടിപ്പിടിച്ചു. ഒരു പരുന്തമ്മയും കുട്ടിയുണ്ട് കേട്ടാ. അത് മീൻ നന്നാക്കി കഴിയുമ്പോ മീൻ തല കളയില്ലേ നമ്മള്, അപ്പൊ അവര് വരും. എന്നിട്ട് മീൻ തലയൊക്കെ പറക്കിയിട്ട് പൂട്ടാ. പന്നി തിന്ന നാളികേരം കണ്ടു. മഴ ചാറുന്നുണ്ട്, നല്ല മഴ ചാറുന്നുണ്ട്. ഇത് ഞാവൽപ്പഴത്തിന്റെ മരാന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. ഇത്രയും വലിയ മരമായിട്ടും ഇതുമ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. അതോ ഉണ്ടാവണുണ്ടാണാവോ, കിളി കൊത്തി കൊണ്ടുപോകാണാവോ, അറിയാൻ പാടില്ല. പിന്നെ പണ്ട് ഇവിടെ സീതാപ്പഴത്തിന്റെ മരം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ കുഞ്ഞു നിനക്കത്? ഏതായിരുന്നു? ഇവിടെ എവിടെയായിരുന്നു സീതാപ്പഴം ഉണ്ടാവുമായിരുന്നു അമ്മ. ഇപ്പോഴൊന്നും അതൊന്നും ഇല്ല. ഇവിടെ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടാ. അപ്പൊ ഒക്കെ വെട്ടിയിട്ട് ഓണത്തിന് വാഴയൊക്കെ വെട്ടിയല്ലോ. അവരിതേ വീണ്ടും എന്തോ നടാൻ വേണ്ടിയിട്ട് JCB കൊണ്ടുവന്ന് അവിടെയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, നല്ല ഒരുക്കി ഇട്ടിട്ടുണ്ട്. ചിലപ്പോ അവര് മറ്റേ പൈനാപ്പിൾ ഇല്ലേ അത് ചെയ്യും, അല്ലെങ്കിൽ വാഴ ചെയ്യും. പൈനാപ്പിൾ ആകുമ്പോ കാണാൻ നല്ല ഭംഗിയാട്ടോ. അവിടെ കാണാന് നിറച്ച് പൈനാപ്പിൾ തോട്ടം ഉണ്ടാവുമ്പോ. മൈലാഞ്ചി ചെടി ഇവിടെ എവിടെയായിരുന്നല്ലോ. അയ്യോ, അത് പോയിയാ. കാണാലടി കുഞ്ഞോ. ചെടി വെട്ടിയിട്ടുണ്ടായിരുന്നോ? വെട്ടി കളഞ്ഞിട്ടുണ്ടാവും. ചെടി വെള്ളം. ഇത് മറ്റേ എസ്റ്റേറ്റിലേക്ക്, അപ്പുറത്തെ വീട്ടിലെ എസ്റ്റേറ്റിലേക്ക് പോണ വഴിയാട്ടാ. അപ്പുറത്തെ ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോണ വഴിയാണ്.
നമുക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടു വീഴണ്ട സാധനം കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ KCBയുടെ ടവറാട്ടാ. മറ്റേ മാടക്കത്രയിന്ന് വരുന്ന മറ്റേ എന്ത് ഗവിയടി, 11 ഗവിയോ 11 ഒന്നും ആവില്ല, എന്താണാവോ അറിയാൻ പാടില്ല. ആ സാധനാണിത്. ഇതിങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് അതിന്റെ കമ്പി കണ്ട വന്നിട്ട് ഇങ്ങനെ അങ്ങനെ നേരെ ഇതിലേ ഇങ്ങനെ നേരെ പൂട്ടാ. ഇതിന്റെ ചോട്ടിലൊന്നും മരങ്ങളൊന്നും ഇതിന്റെ ചോട്ടിലൊന്നും മരങ്ങളൊന്നും മഴ ചാറിൻ്റെ ഉണ്ണിയെ. ഈ ടവറിന്റെ താഴെയൊന്നും കൃഷി ചെയ്യാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മൊന്ത നിന്നിട്ട് നിറഞ്ഞു കിടക്കണത്. മരങ്ങളൊന്നും വെക്കാൻ പാടില്ല. പണ്ടൊരു ദിവസം ഇടി വെട്ടിയപ്പോ ഇതിന്റെ മുകളിൽ നിന്ന് ആ വട്ടം വട്ടം കാണുന്ന സാധനം കാണാണ്ട അത് ഇങ്ങനെ ഇങ്ങനെ വട്ടനെ അതിന്റെ മുകളിൽ കാണില്ലേ? അതൊരു സാധനം പൊട്ടി ഇങ്ങോട്ട് താഴത്തേക്ക് വീണു ഇടി വെട്ടിയപ്പോ. നമ്മുടെ വീട്ടിലെ മോട്ടറും പിന്നെന്താ ഫാനൊക്കെ അടിച്ചു പോയി. അങ്ങനെ വലിയൊരു ഇടി വെട്ടലുണ്ടായിട്ടുണ്ട്. വാഴ നടാൻ തന്നെയാട്ടാ നട്ടിട്ടുണ്ട്. കുഞ്ഞി വാഴത്തൈകൾ നട്ടിട്ടുണ്ട്. ഇവരെങ്ങനെയത് പന്നി കൊണ്ടുപോകാണ്ട് സംരക്ഷിക്കുന്നതാണാവോ അല്ലേ? ഇത് വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാവട്ടെ. അത് വലുതാകുമ്പോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാട്ടാ. ഇവിടെ മൈലാഞ്ചി ഇല്ല. അങ്ങോട്ട് പോവാൻ മഴച്ചാറിൽ കൊണ്ട് ഇങ്ങനെ നടക്കണ്ട. ഉണ്ടാവും അതിന്റെ അവിടെ റോഡായി. പിന്നെ അങ്ങനെ അങ്ങോട്ട് വഴി അങ്ങോട്ട് പോവാ റോട്ടിക്ക്. സാരില്ല പോരേ വാ. ഇത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മള് ഇത് പൊട്ടിച്ചിട്ട് പിന്നെ ഈ സാധനം റബ്ബർ പയർ എന്ന് പറയണ ശരിയാട്ടാ. ഇതുമ്പോ ഇങ്ങനെ ഒരു പയർ പോലത്തെ കായൊക്കെ ഉണ്ടാവും. പണ്ട് നമ്മുടെ വീട്ടില് മൊയിലുണ്ടായിരുന്നപ്പോ ഈ ചെടിയുടെ അല്ല തിന്നായിരുന്നു അത്. ഈ സാധനം പൊട്ടിക്കാൻ കിട്ടണില്ലല്ലോ. നാട്ടും കാട്ടിട്ടിട്ടുണ്ട് വാഴയ്ക്ക്. വേനലാച്ചാ നല്ല സുഖം അവിടെ. നിങ്ങൾ സൈക്കിള് ചവിട്ടാൻ പഠിച്ചത് ഈ വഴി കൂടെ അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങക്ക്? അനാമിയും ഇത് കൂടി അമ്മ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചെന്നേ നിങ്ങക്ക്. അങ്ങനെ ഇത് കൂടെ വന്നാലും ഇവിടെ റോഡായിട്ടോ. ഇവിടെ ഇങ്ങനെ റോഡുണ്ട്. ഇത് നമ്മുടെ പാഞ്ഞാൾക്ക് പോണ വഴിയാണ്. പാഞ്ഞാള് കേട്ടിട്ടില്ലേ നിങ്ങള്? പാഞ്ഞാള് നല്ല അടിപൊളി സുന്ദരമായിട്ടുള്ള ഗ്രാമമാണ് കേട്ടോ പാഞ്ഞാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കുറേ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഭയങ്കര മഴച്ചാറലായിട്ടാ. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് അങ്ങോട്ട് തന്നെ. ഇവിടെ മൈലാഞ്ചി ചെടി കാണാനില്ല. അത് വെട്ടിക്കളഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. കാണാനില്ല. ഇനി നമ്മുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ മൈലാഞ്ചി ചെടി നിൽക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് അയിന്ന് പൊട്ടിക്കാം. അതാ നല്ലത്. തിരിച്ചു പോവാൻ ഫോണിലൊക്കെ വെള്ളം കയറണു മഴ പെയ്തിട്ട്. ആ മഴ അങ്ങോട്ട് പിന്നെ വലിയ മഴയായിട്ടോ. അപ്പൊ പിന്നെ മഴ തുറന്നതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും ഇറങ്ങിയത്. അപ്പൊ നമുക്ക് ഇവിടെ മൈലാഞ്ചി ചെടി ഉണ്ട് കേട്ടാ. നമുക്ക് അതിന്റെ ഇല പൊട്ടിച്ചെടുക്കാം. നിറച്ചും വെള്ള ഇലയിലൊക്കെ. ഉറുമ്പ് കടിക്കണു. ഇപ്പൊ മഴ വീണ്ടും പെയ്തു കേട്ടോ. അപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയും പൊട്ടിച്ച് നിർത്താം. നല്ല മഴയാണ്. അയ്യോ ഇതാ വീഴാൻ പോണ. മുല്ലവള്ളി കയറിയതുകൊണ്ടേ മൈലാഞ്ചിന്റെ ഇല ഇല്ല. വേഗം മഴ പെയ്യണു. അപ്പൊ നമ്മള് എല്ലാ ഇലയും ഇങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുഞ്ഞോ ഇതിനെ അവിടെ നിന്ന് മൈലാഞ്ചി ചെടീനെ വേറൊരു ഭാഗത്തേക്ക് നടന്നാട്ടാ. ഇതാ കാനലില് നിന്നിട്ടേ എല്ലാം ഉണ്ടാവണില്ല അതിന് നല്ലോണം. പിന്നെ കറുത്ത കുത്ത് നിറച്ച പ്ലാവിന്റെ കാനലിലാണ് അത് നിക്കണത്. നമുക്കിത് അരക്കാട്ടാ. അപ്പൊ നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാട്ടാ. പണ്ടൊക്കെ ഇത് അമ്മിയിൽ അരക്കാറ് ഞങ്ങള്. പക്ഷെ ഇപ്പൊ അമ്മി ഇല്ല. അമ്മി ഉണ്ട്, അമ്മിയുടെ ആ കുട്ടി ഇല്ല. വീട് പണി കഴിഞ്ഞപ്പോ കളഞ്ഞു പോയി അമ്മിക്കുട്ടി.
ചതഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പുളി ഉണ്ടല്ലോ, വാളംപുളി, അതിടാം. പിന്നെ ഇതാ കുറച്ച് ഗ്രാമ്പൂ കേട്ടോ, അതുകൂടാ. ഒന്നുകൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇതാ നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങോട്ട് എടുക്കാം. കൈ ചോക്കണു. മൂടിയിട്ട് ഇങ്ങോട്ട് തുടച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്സി നന്നായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയെടുക്കാം. എന്റെ കൈ ഇതിങ്ങോട്ട് വാരിയിട്ടപ്പോഴേക്കും ചോന്നൂട്ടാ. അപ്പൊ നമുക്ക് ഇത് കോൺ ഉണ്ടാക്കാട്ടാ. എനിക്ക് അതിനുള്ള ക്ഷമയില്ലാത്തോണ്ട് ഞാനത് കുഞ്ഞുൻ്റെ കൊടുത്തുട്ടാ കോൺ ഉണ്ടാക്കാനായിട്ട്. അവൾക്ക് പിന്നെ തന്നെയാണ് പണി. ഏത് സമയം മൈലാഞ്ചി ഇടലും വെട്ടലും കുട്ടിക്കലൊക്കെ തന്നെ പണി. അപ്പൊ നമ്മള് കടുകിന്റെ കവറാട്ടോ എടുത്തേണ അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് കോണിന്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. നമുക്ക് കോണിലേക്ക് ഇത് നിറയ്ക്കാട്ടോ. കുറച്ചെടുത്ത് നിറയ്ക്കാം. അപ്പൊ എന്റെ ഈ കൈയൊക്കെ നന്നായിട്ട് ചോന്നൂട്ടാ മിക്സിന്ന് വാരി എടുത്തപ്പോ. അപ്പൊ നമുക്ക് ഈ കയ്യിൽ ഇട്ട് നോക്കാം. ഇട്ടതാവുഞ്ഞോ. പണ്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ അരച്ചിട്ട് അമ്മിയിൽ അരച്ചിട്ടാട്ടാ ഇടുക. മിക്സിയിലൊന്നും അരയ്ക്കാൻ സമ്മതിക്കില്ല പണ്ടമ്മ. എന്നിട്ട് ഈർക്കിളിയില്ലേ, ഈർക്കിളി കൊണ്ട് തോണ്ടി തോണ്ടി ഇങ്ങനെ വരയ്ക്കും. അന്നത്തെയൊക്കെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവാണ് വരയ്ക്കുക ഈർക്കിളി കൊണ്ട് തോണ്ടി തോണ്ടിയിട്ട്. പണ്ട് 1 2 പഠിക്കുമ്പോഴേ അമ്മാമ്മോടേക്ക് പോട്ടാ. അമ്മാമ്മോടേക്ക് പോകുമ്പോ മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോ അമ്മാമ്മ അത് ഇങ്ങനെ കുത്തി ചതച്ചിട്ട് അരച്ചിട്ട് ഇട്ട് തരാനൊന്നും സമയം ഉണ്ടാവില്ല. ഇതിങ്ങനെ കുത്തി ചതക്കി അമ്മയും വെച്ചിട്ട് എന്നിട്ട് അങ്ങോട്ട് ഫുള്ള് കൈൻ്റെ അടിയിൽ അങ്ങോട്ട് വാരി തേച്ച് തരും. അപ്പൊ ഫുള്ള് കൈ ചോക്കും. ഡിസൈനും ഇല്ല ഒന്നുമില്ല. പിന്നെ കുറച്ച് വിവരൊക്കെ വെച്ചപ്പോ പിന്നെ ഈർക്കിളി വെച്ചിട്ട് ഇടും ഇങ്ങനെ പൂവൊക്കെ വരയ്ക്കും. എന്താ അശ്ശി പറയണേ? ഇത് ഇങ്ങനെ മറ്റേ കാട്ടമാരി മറ്റേ എന്തൊരു കടല മറ്റേ പന്നിക്കട്ട് ചാണകമാരി. ശരിയല്ലേ, ചാണകം പോലുണ്ട്. പോടാ ചാണകം. ചാണകം മങ്ങിന്റെ കുട്ടിയോ ഇവിടേക്ക് കുത്തിട് ഇവിടേക്ക്. അപ്പൊ അങ്ങനെ നമ്മള് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് മായ്ച്ച് കളയാട്ടാ, കഴുകി കളയാം. പെട്ടെന്ന് കഴുകി കളഞ്ഞാ മറ്റേതുപോലെ ചോക്കില് അത് കുറച്ചു നേരമൊക്കെ ഇരിക്കേണ്ടി വരും. എന്നിട്ട് കഴുകി കളയാട്ടാ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടാ. ബൈ.